താഴെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പണ്ട് സിമിയൊക്കെ അവിടെ ശരവണ ഭവനിലൊക്കെ കൊണ്ടുപോയി ഇതുപോലെ വാങ്ങിത്തരുമായിരുന്നു. കുറെ കാശും കുറെ ഫെയിമും ഒക്കെ ഉണ്ടായിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ ഈ കണ്ടിട്ടുള്ള ഈ കെ ഫാമിലിയുടെ ഇഷ്യൂ. കാശ് ഉണ്ട്, കുറെ പത്രാസുണ്ട്, സുഖജീവിതം എല്ലാം ഉണ്ട്, പക്ഷെ ക്വാളിറ്റി ബിഗ് സീറോ. പിന്നെ ഇനി എന്ത് തേങ്ങിയിരിക്കുന്നു? വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. തൻവി ആദ്യം ഒരു വീഡിയോ ഇടുന്നു, രണ്ടാമത് അഹാന ഒരു എക്സ്പ്ലനേഷൻ ഇടുന്നു, അടുത്ത് ഈ പറയുന്ന തൻവി വീണ്ടും ഇടുന്നു. ഇന്ന് തൻവി വേറൊരു വീഡിയോ ഇട്ട് ആ വീഡിയോയോടുകൂടി അഹാന എന്ന് പറയുന്ന കെ ഫാമിലിയിലെ ആ ഒരു ലാസ്റ്റ് അല്ല ആദ്യത്തെ മകൾ, മൂത്ത മകൾ എക്സ്പോസ്ഡ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഈ അഹാന കൃഷ്ണൻ ദിയ കൃഷ്ണനൊക്കെ തമ്മിൽ ദിയയുടെ കല്യാണത്തിന് മുന്നേ അത്ര വലിയ ചർച്ചയില്ലായിരുന്നു. അവർ തമ്മിൽ അടിയും വഴക്കൊക്കെയാണെന്ന്. അതിപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, സ്വാഭാവികം. നമ്മൾ കുറേ കഴിയുമ്പം മിണ്ടും, അത് അടിയും വഴക്കണോ ചീത്ത വിളിക്കും, അതൊക്കെ ഉള്ളതിന് ഇല്ലെന്നില്ല. ഓക്കെ, പക്ഷേ നമ്മൾ അനിയനും ചേട്ടനും സഹോദരങ്ങൾ തമ്മിലൊക്കെ തെറി വിളിക്കും, അടിയും വഴക്കൊക്കെ ഉണ്ടാക്കും. പക്ഷേ തെറിയും വിളിക്കും കേട്ടോ, ഞാനില്ലെന്ന് പറയുന്നില്ല, തെറിയും വിളിക്കും. പക്ഷെ സ്വന്തം അമ്മൂമ്മ അല്ലെങ്കിൽ പ്രായത്തിന് മൂത്ത അപ്പൂപ്പനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഇതുവരെ തെറി വിളിച്ച ചരിത്രം ഇല്ല ഈ ബന്ധങ്ങളിലുള്ളവർ. പ്രത്യേകിച്ച് അമ്മൂമ്മ അപ്പൂപ്പനെയൊക്കെ തെറി വിളിച്ച ചരിത്രമേ ഇല്ല. അങ്ങനെ വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പിന്നെ ഉപ്പിലിട്ട് വയ്ക്കുക അവസ്ഥയാണ്. ഇപ്പം ദിയ കൃഷ്ണ എന്ന് പറയുന്ന അവരുടെ ഫാമിലിയിലെ രണ്ടാമത്തെ മകളാണ് സാധാരണ എയറിൽ എപ്പോഴും പോകാറ്. ഇപ്പം അതൊക്കെ വിട്ടിട്ട് എല്ലാത്തിനേക്കാളും കടത്തി വെട്ടിക്കൊണ്ട് അഹാന എയറിൽ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എപ്പോഴും പലരും പറയാറുണ്ട് ആ കുടുംബത്തിലാ അത്യാവശ്യം ബോധം അവരുള്ളത് അഹാനൊക്കെയാണെന്ന്. തെറ്റി, എല്ലാ കണക്കുകൂട്ടുകളും തെറ്റി. അഹാനെ പറ്റിയിട്ട് ഞാൻ ഇനിയൊന്നും പറയണ്ടല്ലോ. അമ്മച്ചി പറഞ്ഞതും തെളിവ് സഹിതം ചാറ്റ് അടക്കം കാണിച്ചിട്ടുണ്ട്. എത്ര കാശുണ്ടായിട്ടും കാര്യമില്ല അഹാനെ. നീ വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ കുറേ ഇംഗ്ലീഷിലൊക്കെ അങ്ങോട്ട് കണവണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചു നീ എൻ്റെ അടുത്ത്. എനിക്ക് ഉളുപ്പുണ്ടോ എന്ന് നീ ചോദിച്ച് ഞാൻ വേണമെങ്കിൽ ആ കമന്റ് ഒന്നുകൂടി വായിച്ചു തരാം. ലേശം ഉളുപ്പെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു തമ്നെയിലിനെ ചൊല്ലിയിട്ട് നീ എന്നോട് ചോദിച്ചതാണ് ലേശം ഉളുപ്പ്. ഞാനിപ്പം നിന്നോട് ചോദിക്കട്ടോ, ഉളുപ്പുണ്ടാകാനെ? ഉളുപ്പുണ്ടോന്ന് പോലും ചോദിക്കുന്നില്ല. 7 അയലത്തൂടെ ഉളുപ്പ് പോയിട്ട് ഒരു തേങ്ങയും പോയിട്ടില്ല. ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം നീ ബിഗ് സീറോയാണ്. നീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. അമ്മാതിരി ലെവലിലാണ് നീ എക്സ്പോസ് ആയത് മിസ് അഹന കൃഷ്ണ. ഇപ്പോൾ ഹൻസിക ആയാലും ദിയ ആയാലും രണ്ടുപേരും, അഹാന ആയാലും രണ്ടുപേരും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അഹാനയുടെ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. What a misleading title apart from a few extra views and the money that of course comes with it. What else do you get out of unwantedly targeting my sister Hansika? ഹൻസിക ടാർഗറ്റ് ചെയ്തൊന്നു. ഞാൻ അവിടെ ആരെയും ടാർഗറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ കണ്ടന്റാണ് ചെയ്യുന്നത്. For your information, by now she was every right to file a defamation case against you in a matter which doesn't involve her in any capacity, using her name in such a wrong manner in the title. ലേശം ഉളുപ്പ്. ഞാൻ ചോദിക്കട്ടെ അഹാനെ, നിനക്ക് ഉളുപ്പുണ്ടോ? സ്വന്തം അമ്മച്ചിയെ പച്ച തെറി വിളിച്ചുകൊണ്ട് നടക്കാൻ നിനക്ക് ഉളുപ്പുണ്ടോ അഹാനെ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. നിനക്ക് ഉളുപ്പില്ല. നിനക്ക് ഉളുപ്പ് പോയിട്ട് ഒരു തേങ്ങയും ഇല്ല. അതേ ഞാൻ പറയത്തുള്ളൂ, ഉള്ള കാര്യം പറയാമല്ലോ. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഉളുപ്പില്ലാണ്ട് ഒരു പോസ്റ്റ് നീ ഇട്ടിട്ടുണ്ട്. അതായത് തൻവിയുടെ ലേറ്റസ്റ്റ് വീഡിയോ, തൻവി മുക്കി ഫാമിലിയിൽ നിങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് വിളിച്ച് കരഞ്ഞു മിഴിച്ചൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊക്കെ ആയിരിക്കാം വീഡിയോ മുക്കിച്ചത്. എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനുശേഷം നീ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. അഹാന, family members discussed with Tanvi and made her understanding that social media was never the place for her to put out family issues. ഇപ്പോഴാണ് മനസ്സിലായത് സോഷ്യൽ മീഡിയ കുടുംബകാര്യം ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ലെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ച അയ്യോ നിങ്ങൾക്ക് നേരത്തെ അറിഞ്ഞുകൂടായിരിക്കുന്നു. അയ്യോ, ഇപ്പോഴാ മക്കൾക്കും കുടുംബത്തിനും മനസ്സിലായത് ഫാമിലി ഇഷ്യൂസ് സംസാരിക്കാനുള്ള സ്ഥലമല്ല ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന്. ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പച്ചവെള്ളം ചവച്ചു പിടിക്കുന്ന പിഞ്ച് മക്കൾ. അയ്യോ കഷ്ടം. ഞാനൊക്കെ വെറും കാട്ട് കഴിവേറിയ ഉള്ള കാര്യം പറയാം. പക്ഷേ
ഇന്നേ വരെ നമ്മുടെ അമ്മച്ചിയെ അപ്പൂപ്പരെയൊന്നും പച്ചത്തെറി വിളിക്കുക ഇന്ന് പോ കിളവിന്ന് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഉള്ള കാര്യം പറയുന്നത്, പോ കിളവിന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അഭിമാനിക്കാം. ഐ എം എ ഗുഡ് പേഴ്സൺ. ഓക്കെ, ഐ എം എ ഗുഡ് പേഴ്സൺ. നിങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞാൻ അടിയും വഴക്കുണ്ടാക്കണമെങ്കിൽ അത് അത്രയും തന്തയില്ലായ്മ കാണിക്കുന്നവന്മാരുടെ അടുത്തായിരിക്കും. പിന്നെ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, അടിയും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, പക്ഷേ ഇന്നേ വരെ ഈ പറയുന്ന അമ്മച്ചീരുടെ അടുത്ത് ഒരു കീരവത്ത് പരിപാടിക്ക് നമ്മൾ പോയിട്ടില്ല, അല്ലെ അപ്പൂപ്പൻ്റെ അടുത്ത് അവരെ ഒന്ന് തെറി വിളിക്കാനോ അവരെ ഒന്ന് മോശം പറയാനോ ഒന്നും പോയിട്ടില്ല. ഇതൊക്കെ എന്തോന്നടേ, ഇതൊക്കെ എന്തോന്ന് KK ഫാമിലി, കഷ്ടം. കഞ്ഞി ഫാമിലിയായി KK ഫാമിലി. ഷീ അഗ്രീഡ് ടു ഡിലീറ്റ് ഹെർ വീഡിയോസ്. അവൾ അഗ്രി ചെയ്ത് ഡിലീറ്റ് ചെയ്യാന്ന്. ഇഫ് ഐ ആൾസോ അഗ്രി ടു ടേക്ക് ഡൗൺ മൈ വീഡിയോ. പിന്നെ നീ അഗ്രി ചെയ്യൂല. ആദ്യമേ തുടക്കത്തിൽ ലൈസൻസ് എടുത്ത് വെച്ചോണ്ടല്ലേ ഇരുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്യും ഒരാഴ്ചയിലെന്ന്. പക്ഷെ ഒരാഴ്ചയല്ലല്ലേ, ഒരു ദിവസം പോലും ഇട്ടിരുന്നിട്ട് നേരെ ചോയിട്ടില്ലല്ലോ, അടിച്ച് ഒട്ടിച്ച് വിട്ടല്ലോ വീഡിയോ. എന്തായാലും പോട്ടെ, അവിഞ്ഞ് അളിഞ്ഞ് നാറി ചീഞ്ഞ്. Even in my video, I had stated that I was anyways going to remove my video within 1 week at the most. ഒരാഴ്ചയിലെ ഞാൻ വീക്ക് ഡിലീറ്റ് ചെയ്യുമെന്ന്. പോട്ടെ. I was never the one who started this circus. My video was just a response to something she should never have started off. We truly hope Tanvi stands by her words and never bring family issues into social media for personal gain എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിന് 2700 ലൈക്ക് ഉണ്ട്. അത് കിഴങ്ങന്മാരുടെ ഇതൊക്കെ പോയി ലൈക്ക് അടിച്ചേ. പക്ഷേ 1600 കമൻസ് ഉണ്ട്. അതാണ് എന്നെ ഹൈലൈറ്റ് ആക്കി കളഞ്ഞത്. കമൻസ് കുറച്ചൊന്ന് വായിക്കാം. ഓക്കെ, സോറി ടു സേ ദിസ് അഹാന, ഇൻ ദ ഫസ്റ്റ് വീഡിയോ തൻവി ഡിഡ്ന്റ് മെൻഷൻ യു ഓർ യുവർ ഫാമിലി അറ്റ് ഓൾ. അത് ശരിയാ, തൻവി നിങ്ങളെ ആരെയും മെൻഷൻ ചെയ്തില്ല. അമ്മച്ചി പറഞ്ഞ വാക്കുകളിൽ നിന്നും നാട്ടുകാരെ എന്നെ ആവാഹിച്ചെടുത്തിരുന്നു. എന്നാൽ ഇട്ട് കൊടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തൻവി. പക്ഷെ ഇട്ട് കൊടുത്തെങ്കിലും കുറവൊന്നുമില്ല. ഇമ്മാതിരി കാട്ടവരാതങ്ങൾ കാണിച്ചിട്ട് ഇൻസിഡൻറ്റിൽ ഇട്ട് കൊടുത്ത ഒരു കുഴപ്പമില്ല, നന്നായി. ഷീ സിംപ്ലി ഷെയർഡ് ദ ക്ലിപ്സ് വെയർ യുവർ ഗ്രാൻഡ് മദർ സെഡ് no one is there for me. If you wanted to clarify your side, you could have simply said that your grandmother is someone who is difficult to live with or adjust to. Instead, you choose to speak very harshly about both your grandmother and Tanvi personally. In the second video, Tanvi clearly stated that Sindhoma took care of grandpa. Giving respect and receiving respect are equally important. Even if your grandmother is difficult to handle, you could have conveyed that in a much more respectful way. The words you used about your grandmother were hurtful, and it's understandable why Tanvi felt the need to respond with another video. No matter what the difference are, calling your grandmother Eddie or Nee or speaking to her in such disrespectful manner is simply not appropriate. ഈ അമ്മമ്മയൊക്കെ എടി നീ എന്നൊക്കെ വിളിക്കുന്നത് തന്തയില്ലായ്മ എന്ന് ഞാൻ പറയത്തുള്ളൂ. വളർത്തു ദോഷം, പക്ക വളർത്തു ദോഷം. സിന്ധു ചേച്ചി, നിങ്ങളെ വളർത്തി വെച്ചിട്ടുള്ള വെറും ഇതായിപ്പോയി. നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ മകള് കയറി പച്ച തെറിയും വിളിച്ച് എടി പോടി എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങളതെങ്ങനെ കേട്ടോണ്ടെന്ന്? നാളെ എൻ്റെ മക്കൾ എൻ്റെ അമ്മയെ എന്തെങ്കിലും അപരാധം വിളിച്ച് കഴിഞ്ഞാൽ അടിച്ചലവ് ഞാൻ കയറും. ഉള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് എൻ്റെ അമ്മ എൻ്റെ അപ്പനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏത് പുന്നാരമാണെന്ന് പോലും ഞാൻ നോക്കത്തില്ല. ഓക്കെ, സിന്ധമ്മയ്ക്ക് എന്നെ മക്കളെടുത്തതല്ലേ സ്നേഹം, സ്വന്തം അമ്മയുടെ അടുത്തില്ലല്ലോ. പെറ്റ വയറിനോട് സ്നേഹിക്കാനൊന്നും സമയമില്ല. ഇപ്പം നമുക്ക് കാശുണ്ട് അല്ലേ. KK ഫാമിലി എന്ന് പറയുമ്പോൾ പാവം അമ്മച്ചിയെ കൂടെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചില്ല. നമുക്കിപ്പോൾ കാശുണ്ട്, അപ്പം നമ്മൾ ആ ഒരു ലെവലിലേ നിൽക്കാവും. ഇറ്റ് വാസ് ട്രൂലി ഡിസപ്പോയിൻറ്റിംഗ് ടു സീ യുവർ മദർ സിറ്റിംഗ് ബിസൈഡ് യു വൈൽ യു പബ്ലിക്ലി ക്രിട്ടിസൈസ്ഡ് ഹെർ ഓൺ മദർ. ദ വേ ദിസ് was handled revealed a side of you that many people never expected to see. We certainly didn't expect this from you. Very disappointed എന്ന് പറഞ്ഞ അയ്യോ, ആൾക്കാരെല്ലാം വലിച്ചു ഒട്ടിച്ചിട്ടുണ്ട്. വീണ്ടും തൻവിയാണ് അക്യൂസ് ചെയ്യുന്നത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. എല്ലാ വീട്ടിലും അമ്മ പദ്ധതി താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുന്നു. യു പ്രൂവ്ഡ് ദാറ്റ് മണി കാൺ ബൈ ക്ലാസ്. അതെ, കാശെന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ആയി എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തീർന്ന്. കാശ് വേണോടാ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാശ് തന്നെ വേണം. കാശില്ലാത്ത ഒരു സമയത്തുള്ള അതിലും
ഇപ്പം ഒരുപാട് ഓഡിഷനൊന്നുമല്ല, കുറച്ച് പൈസ, എനിക്ക് ചായ കുടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഉള്ള അതിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് എനിക്ക് തന്നെ സ്വയമേ അറിയാം. അതുകൊണ്ട് കാശില്ലാത്തപ്പോഴും കാശുള്ളപ്പോഴും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് അറിയുന്നവനാണ്. അതുകൊണ്ട് കാശ് വേണം. പക്ഷെ കാശെന്ന് പറയുന്ന സാധനം 10 കയ്യിൽ വരുമ്പോൾ നമുക്കൊരു അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ന് പറയുന്ന വ്യക്തിയില്ല. ഓക്കെ, പൂർണ്ണമായിട്ട് ദി എൻഡ് ആകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാശ് ഉണ്ടായെന്ന് വെച്ചും കൊണ്ട് നമുക്ക് ക്ലാസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് സ്വയം ഉണ്ടാവേണ്ടതാണ്. ഈ അഹാനയ്ക്കായാലും സിന്ധു കൃഷ്ണയ്ക്കായാലും ആർക്കായാലും. ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം, വെറും മോശമായിപ്പോൾ അഹാന. നിന്നിൽ നിന്നും ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്നാലും നീ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചില്ലേ, ഞാൻ അങ്ങോട്ട് എനിക്ക് പുച്ഛമാണ് നിൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ ചോദിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല, കാരണം നിനക്കില്ല അത്. ഓക്കെ, എടിയെന്നൊക്കെ സ്വന്തം അമ്മമ്മയെ വിളിക്കുന്നിടത്ത് നീ എന്ന് പറയുന്ന വ്യക്തി ഇല്ലാണ്ടായി. ഇനി നാളെ എൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുമായിരിക്കും, എന്നെ സ്റ്റേഷനിൽ വിളിപ്പിക്കുമായിരിക്കും, അല്ലെ എൻ്റെ വീട്ടിൽ പോലീസിനെ വിടുമായിരിക്കും. എന്താന്ന് വെച്ചാൽ ചെയ്ത ഓട്ടോറിറ്റീസ് എന്ത് ചെയ്താലും എന്നെ അങ്ങ് തീർത്തേക്കണം കേട്ടാ, എന്നെ അങ്ങ് തീർത്തേക്കണം. വച്ചയക്കല്ലേ, വച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എവിടെ കൂടിയൊക്കെ ഇടിച്ചു കയറി പോകുന്ന എനിക്ക് പോലും അറിഞ്ഞൂടാ. കാരണം മറ്റേ കീ കൊടുത്തു വിട്ട പമ്പരം പോലെയാണ്. കീ കൊടുത്തു വിട്ടിട്ട് കീ വലിച്ച് ഊരിയ അവസ്ഥയാണ് എൻ്റെ അവസ്ഥ. എന്നെ എവിടെ കൂടി അങ്ങ് വിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വഴി എവിടെ കൂടി കയറി പോകുന്ന എനിക്ക് പോലും അറിഞ്ഞൂടാ. സത്യം വിരലി പിടിച്ചവനാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സ് ഡിസേബിൾ ആവുന്നതാണ്. ഓക്കെ, യു ജസ്റ്റ് എക്സ്പോസ്ഡ് യുവർ സെൽഫ് അഹാന. ഡോണ്ട് തിങ്ക് യുവർ സെൽഫ് ആസ് എ ഓൺലി പെർഫെക്റ്റ് സേവ് ഫോർ യുവർ ഫാമിലി. യുവർ മദർ ഈസ് എ ഫോൾട്ട് ഹിയർ. എൻ്റെ വീട്ടിൽ അമ്മ പദ്ധതി വേണ്ട. സ്വന്തം അമ്മമ്മയെ കുറ്റപ്പെടുത്തി വീഡിയോ ഇട്ട് അവർക്കെതിരെ സൈബർ ബുള്ളിങ് ഉണ്ടായപ്പോൾ കണ്ടിരുന്ന ആസ്വദിച്ച ബുള്ളിങ് സ്വന്തം നെഞ്ചത്തോട്ട് വന്നപ്പോൾ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ വീഡിയോ ഡിലീറ്റ് ആക്കിപ്പിച്ചു അല്ലേ? എത്ര ഡിലീറ്റ് ആക്കിയിട്ടും കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി ലീലാവിലാസങ്ങൾ. ഞാൻ ഫുള്ള് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്, നാട്ടുകാരൊത്തം കാണട്ടെ. ഈ പോസ്റ്റിൽ പോലും നിങ്ങളുടെ ഞാൻ എന്ന ഭാവമാണ് കാണുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി അറിയാതെ പുറത്ത് വരുന്നുണ്ട്. അത് ഞാൻ എന്ന ഭാവം, അഹങ്കാരം, ഇത് മനുഷ്യനെ കയറിക്കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിയാൽ. കാശ് വരുമ്പം നമുക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസ് കിട്ടും. കാശ്, കാരണം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. പണ്ട് ഞാൻ ഒരു കടയിൽ പോയി 10 സാധനം വാങ്ങുന്ന സമയത്ത് എനിക്കത് കഴിക്കാനുള്ള സാധനം, ഞാനല്ല ഒരുപാട് ലോങ് പർച്ചേസിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു ഷോപ്പിൽ കയറിയിട്ട് കഴിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ബേക്കറി ഐറ്റംസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും വാങ്ങുന്ന സമയത്ത് ഞാൻ ഓരോന്നിൻ്റെ റേറ്റ് ചോദിച്ച് കാൽക്കുലേറ്റ് മൈൻഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ സാധനം വാങ്ങുന്നത്. കാരണം എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇത്ര രൂപയുള്ള അപ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കണമെന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ സാധനം വാങ്ങുന്നത്. പക്ഷേ ഇന്ന് ഞാനൊരു ബേക്കറിയിലോ ഫ്രൂട്ട്സ് കടയിലോ ഒക്കെ പോയിട്ട് അല്ലെങ്കിൽ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ റേറ്റ് അല്ല നോക്കുന്നത്, സാധനം നോക്കി മേടിക്കും. ഓക്കെ, അത് ഞാൻ അഹങ്കരിക്കുന്നതല്ല. ആ ഒരു ചേഞ്ച് എൻ്റെ ലൈഫിലുണ്ടായി. ഓക്കെ, ആ ഒരു ചേഞ്ച് ചെറുതല്ല, ഞാൻ ഒരിക്കലും ചെറുതല്ല. പക്ഷെ ആ ഒരു ചേഞ്ച് എൻ്റെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഞാൻ അത് വെച്ചിട്ട് അഹങ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി ബിഗ് സീറോയാ. ഓക്കെ, അഹങ്കാരം എന്നെൻ്റെ ഉള്ളിൽ കയറുന്നു, അന്ന് ഞാൻ ഇല്ലാണ്ടാകുന്നു. ഞാൻ എന്ന വ്യക്തി മരിക്കുകയാണ് അവിടെ. അതുകൊണ്ട് അഹങ്കാരം നല്ലതല്ല. 10 കാശ് വരുമ്പോഴും 10 ആളറിയുമ്പോഴും 10 ഫെയിം ആകുമ്പോഴും കുറച്ച് സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞ് ക്ലാസ് ആവത്തില്ല ഒരിക്കലും. ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം വരത്തില്ല. അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. മനുഷ്യത്വം അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. സ്വന്തം അമ്മച്ചി എടി ബോഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ ഗീരവത്തായിരിക്കുന്ന അഹാന നീ എന്ന് പറയുന്ന വ്യക്തി ബിഗ് സീറോയാ. നീ എത്ര കാശുണ്ടാക്കി, എത്ര കോടി കെട്ടി, എത്ര മാളിക കെട്ടിപ്പൊക്കിയാലും നീ എന്ന വ്യക്തി അവിടെ ബിഗ് സീറോയാ. ഓക്കെ, അവിടെ ഇല്ലാണ്ടായിരിക്കണം അഹാന. നീ ചുമ്മാടൊന്നും മെഴുകി വീണ്ടും ഏറിപ്പോകുന്ന അല്ലാണ്ട് വേറെ ഒന്നും നടക്കാനില്ല. ഷീ വിൽ ഡിലീറ്റ് യുവർ കമന്റ് ജസ്റ്റ് ലൈക്ക് ഷീ ഡിഡ് mine on her recent post in IG. She even blocked me, so pathetic. Okay, സത്യം തൻവിയുടെ മാത്രം കുറ്റമായി പറയുന്നു. അഹാനയും ഫാമിലി ഇഷ്യൂസ് യൂട്യൂബിൽ ഇട്ടില്ലേ, സച്ച് എ കണ്ണിങ് പേഴ്സണാലിറ്റി. അഹാന നൈസായിട്ട് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ വന്നുകൊണ്ട് ഞങ്ങളുടെ സൈഡ് എന്ന് പറഞ്ഞാൽ അഹാനയുടെ സൈഡ് മാത്രം ക്ലിയർ ആയിട്ടുള്ള ഭാവം മാത്രം എടുത്തു വച്ചു. പക്ഷെ അതിന് ഓപ്പോസിറ്റായിട്ട് തൻവി വന്നിട്ട് ബാക്കി ഡീറ്റെയിൽ അടക്കം എടുത്ത് അങ്ങ് വിട്ടതോടെ തേഞ്ഞൊട്ടി. അഹാന എന്ന് പറയുന്ന വ്യക്തി അവിടെ എക്സ്പോസായി. തൻവി സ്വന്തം കൊച്ചിനെ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് അവിടെ. ഓക്കെ, ഒന്നുമില്ല അഹാന, നീ തീർന്നു. ഇനി കുറച്ചാലും മാറിയില്ല. ഇനി അല്ലെങ്കിൽ ആ ഒരു കലിപ്പ് തീർക്കാൻ വേണ്ടി എൻ്റെ പേരിൽ കേസ് കൊടുക്കുക, ഞാൻ സ്റ്റേഷനിൽ വന്നിരിക്കാം, അല്ലെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലിട്ട്. ഇനി അതും പറ്റിയില്ലെങ്കിൽ എന്നെ കയറി കെട്ട് തൂക്ക് തീർത്ത് അങ്ങനെയെങ്കിലും സമാധാനം കണ്ടെത്തും. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുന്നു, എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. എന്ത് തേങ്ങ വന്നാലും എനിക്കൊന്നുമില്ല. ഞാൻ നശിച്ചവനാ. എനിക്കിനി നശിക്കാനൊന്നുമില്ല. നശിപ്പിച്ചോ? ഓക്കെ,
ഓക്കെ, അവരുടെ പോസ്റ്റിൽ ഞാൻ എന്നല്ല ബാക്കി ഒരുപാട് കമൻസ് ഉണ്ട്. എനിക്കെന്തോ താഴോട്ട് ലോഡിങ് പോകുന്നില്ല. അങ്ങനെ കമൻസിൻ്റെ ഒരു പൂരം തന്നെയുണ്ട്. അതിനു മുമ്പേ അൻസുബിയായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. ഓക്കെ, സിന്ധു കൃഷ്ണയുടെ ചാനൽ നമുക്കൊന്ന് ലാസ്റ്റ് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് വീഡിയോയുടെ ആഡാണല്ലോ ഇവിടെ, ആഡ് കയറി വന്നല്ലോ ഇവിടെ. സാംസങ്ങിൻ്റെ ആഡാണല്ലോ. എൻ്റെ ഫ്രണ്ട് ലേഖനെ ഇവിടെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിന് അവർക്ക് കുറച്ച് കുട്ടി. ഇത് സിന്ധു കൃഷ്ണയുടെ 2 ആഴ്ച മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ലാസ്റ്റ് ചാനലിലെ ഈ വീഡിയോ തന്നെ അല്ലേ? ഓക്കെ. ഫാമിലി വ്ളോഗ് കിച്ചൂസ് ബർത്ത്ഡേ സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ലാസ്റ്റ് വീഡിയോ ആണ്. ആ വീഡിയോ ആണ് പ്ലേ ചെയ്തിട്ടുള്ള. ജസ്റ്റ് ഒന്ന് കാണാം. മറ്റേ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് സെറ്റ് കൊണ്ടൊക്കെ ഇട്ട് മറ്റേ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഇപ്പോഴൊക്കെ അതിന് നല്ലതാ. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സെറ്റ് മുണ്ടൊക്കെ ഇട്ട് മുല്ലപ്പൂവും വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തൊക്കെ ചെയ്തിട്ട്, എത്ര കാശ് വാരി പറഞ്ഞിട്ട്, എത്ര ആർഭാടപരമായിട്ട് ജീവിച്ചിട്ട്, എത്ര വലിയ നമ്മൾ മറ്റേ കുടുംബമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിന്ധു ചേച്ചി, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തിയത് എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. പക്ഷെ അഹാന ഹെർ ക്വാളിറ്റി ഈസ് ബിഗ് സീറോ. സ്വന്തം അമ്മ അവരെത്ര മോശമായിക്കോട്ടെ, അവരെങ്ങനെ തരക്കൻ്റ് ആയിക്കോട്ടെ, എത്ര അഗ്രസീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരും സ്നേഹമില്ല, നിങ്ങളെ പച്ചത്തെറിയാണ്, എന്ത് കോപ്പാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചു കഴിഞ്ഞാലും ഓക്കെ, സ്വന്തം അമ്മുമ്മയെ എടി പോടി എന്ന് വിളിച്ച് തെറിയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഷീസ് വെരി 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 വേസ്റ്റ്. ഓക്കെ, എൻ്റെ അമ്മുമ്മയുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ കുറച്ച് സീനായിരുന്നു. പക്ഷെ ഇന്നേ വരെ ഒരു വാക്ക് ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കുറ്റം പറയായിരിക്കും, ഇവരെന്താ കാണിക്കുന്നത് എന്നൊക്കെ അവരുടെ മുഖത്ത് നോക്കി പറയത്തില്ല. അല്ലാണ്ട് പിന്നീട് ചിലപ്പോൾ അമ്മയടുത്തൊക്കെ ഇവരെന്താ ഈ കാണിച്ചിട്ടൊക്കെ പോയത് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്നേ വരെ അവരെ മുഖത്ത് നോക്കിയിട്ടോ അവരെ മുന്നിൽ വെച്ചിട്ടോ എടിയെന്നോ പോടിയെന്നോ ഒരു കോപ്പ് ഞാൻ വിളിച്ചിട്ടില്ല. അമ്മച്ചിന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് അത് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നമ്മുടെ അപ്പനും അമ്മയും അതല്ല പഠിപ്പിച്ചിട്ടുള്ള. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മയെ കയറിയിട്ട് എടി പൊടിയെന്നല്ല വിളിച്ചു കഴിഞ്ഞാൽ അവർ അമ്മയെ പിടിച്ച് എന്നെ വെട്ടിക്കത്താത്തി കിണറ്റി ഇറക്കി തന്നെ. അത് നമ്മൾ വളർത്തി വെച്ചിട്ടുള്ള അങ്ങനെയാണ്. ഓക്കെ, ഞാൻ എന്ത് പറയാനാ എടാ, ഞാൻ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ എന്ത് നല്ല മനുഷ്യന്മാരാടാ. സത്യം ഞാൻ വെച്ച് ഞാനൊക്കെ വെറും ചെറ്റിയായിരിക്കും. ഞാനൊക്കെ നല്ലവനാടാ. ഇങ്ങനത്തെ ചീഞ്ഞളി സ്വഭാവമൊന്നും എനിക്കൊന്നും ഇല്ല. എന്തായാലും സിന്ധു ചേച്ചിയുടെ ന്യൂസ്റ്റ് കമൻറ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. മാം, റെസ്പെക്ട് യുവർ മദർ. ഒരിക്കലും അമ്മയെ അങ്ങനെ പറയരുത്. മൈ റിക്വസ്റ്റ്. നമ്മൾ പ്രായം കൂടുന്തോറും ചെറിയ കുട്ടിയുടെ മനസ്സാ ആ അമ്മയെ ചേർത്ത് പിടിക്കൂ. സിന്ധു ആൻറ്റി ഇഗ്നോർ ദ ബുള്ളീസ്. സ്വന്തം അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. ഹായ് സിന്ധു, നിങ്ങളുടെ കുടുംബം കഥ ഇത്രയും ഫേമസ് ആകേണ്ടിയിരുന്നോ? അതിന് പ്രായമായ നിങ്ങളല്ലായിരുന്നോ അഹാനയെ സ്റ്റോപ്പ് ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങളും ഒരിക്കൽ ഒരു മകളായിരുന്നു അമ്മ ആകുന്നതിന് മുന്നേ. നിങ്ങളുടെ അമ്മ നിങ്ങളെ എത്ര നല്ലതായി വളർത്താൻ നോക്കിയിരുന്നു. പൈസ ഇല്ലാത്ത കാലത്ത് പോലും അതിന് എന്തെങ്കിലും കണക്ക് വെച്ചിട്ടുണ്ടോ അവർ? പാവം, വീഡിയോ എടുക്കാനുള്ള സാഹചര്യം അന്ന് അവർക്കുണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ അഹാന അപ്പച്ചനെ നോക്കിയതിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് വളരെ വിഷമം തോന്നി. നാളൊരു ദിവസം നിങ്ങളും കിടപ്പിലാകുമ്പോൾ കെയർ ഗിവർ ബേൺഡ് ഔട്ട് എന്ന് അവൾ വ്ളോഗ് ഇട്ട് പൈസ ഉണ്ടാക്കില്ലെന്ന് ആരാണ് പറയുക? തൻവിയുടെ അവസ്ഥ നോക്കൂ. അവളുടെ ചൈൽഡ്ഹുഡ് തന്നെ നഷ്ടപ്പെട്ടു. അതിന് നിങ്ങൾ ആരോട് കണക്ക് കൊടുക്കും? അവളുടെ ഡെലിവറി സമയത്ത് പോലും പരിചരിക്കാൻ സ്വന്തം എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. സിന്ധു ഇല്ലാത്ത സമയത്ത് കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? ആ കുട്ടി അനുഭവിച്ചതിനെ നിങ്ങളുടെ കുട്ടികളുമായി കമ്പയർ ചെയ്യരുത്. നല്ലത് ചെയ്താലും തെറ്റ് ചെയ്താലും നമ്മൾ പറയുന്നത് പോലെ അല്ല ഗ്രാൻഡ് കിഡ്സിനെ കൊണ്ട് സ്വന്തം പാരൻസിനെതിരായി പറയിപ്പിക്കുന്നത്. അഹാന ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇരുന്നതാരാ? സിന്ധു കൃഷ്ണ. സോ പതത്തറ്റിക് സിറ്റുവേഷൻ. നിങ്ങളുടെ അമ്മയെ പറ്റിയിട്ടാണ് അഹാന ആ വീഡിയോയിൽ മോശം പറഞ്ഞത്. സ്വന്തം അമ്മയെ പറ്റിയിട്ട് സ്വന്തം മകള് പറയുന്നത് വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യിപ്പിക്കാൻ തിടുക്കം കാണിച്ച സിന്ധു ആൻറ്റി ആണ് എൻ്റെ ഹീറോ. വേറെ ആരുമില്ല എൻ്റെ ഹീറോ, അവരാണ് എൻ്റെ ഹീറോ. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ചു. സ്വന്തം അമ്മയെ പറ്റിയിട്ട് സ്വന്തം മകളെ കൊണ്ട് കുറ്റം പറയിപ്പിച്ച് വീഡിയോ ഇടുന്ന ഒരാൻറ്റി, അതാണ് സിന്ധു ആൻറ്റി. നിങ്ങളുടെ എല്ലാവരുടെയും നിലവാരമാണ് അവിടെ തീർന്നത്. ഈ അമ്മച്ചി എത്ര കുറ്റവാളി ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ ആരെയും തിരിഞ്ഞു നോക്കിയില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ പരാതി. ആ തൻവിക്ക് കുറച്ച് സ്നേഹം കൂടുതൽ കൊടുത്തതാണ് നിങ്ങളെ മറ്റൊരു പരാതി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ കുട്ടിക്ക് ആരാ ഉണ്ടായിരുന്നേ? ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ ആ കുട്ടിയെ നോക്കാൻ ആരാ ഉണ്ടായിരുന്നേ? ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടായിരുന്നോ? ഓക്കെ,
ഏതെങ്കിലും മനുഷ്യന്മാർ ആ കുട്ടിയെ നോക്കാനുണ്ടായിരുന്നു? ഇല്ല. ആ സ്ഥിതിക്ക് ആ കുട്ടി ഇങ്ങനെയൊക്കെ ആയിപ്പോയപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് സ്നേഹം ആ അമ്മച്ചി കൊടുത്ത തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ള ചെറുമക്കളുടെ കണ്ണിൽ നോക്കുമ്പോൾ ഓക്കെ ഈ പറഞ്ഞതുപോലെ അവളെ മാത്രം സ്നേഹിച്ച് നമ്മളെ സ്നേഹിച്ചില്ല. പക്ഷേ ഒന്ന് ഇത്രയും വളർന്നില്ല പോത്തുപോലെയൊക്കെ എല്ലാം. ഒന്നിരുന്ന് ചിന്തിച്ചൂടെ? ആ കൊച്ചിന് അല്ലെങ്കിൽ ആ തൻവിക്ക് ആ അമ്മച്ചി കുറച്ച് സ്നേഹം കൂടുതൽ കൊടുത്ത് അല്ലെങ്കിൽ ആ തൻവിയെ കുറച്ച് സ്നേഹിച്ചതാണോ തെറ്റ്? മേ ബി എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു ഓക്കെ കുറച്ച് കൂടുതൽ സ്നേഹം കൊടുത്താണ്, അത് കാണുന്ന നിങ്ങൾക്ക് അസൂയ ഉണ്ടാക്കണം. പക്ഷേ ചിന്തിച്ചൂടെ? നിങ്ങൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുടുംബമുണ്ട്. ആ കൊച്ചിന് ആരുണ്ട്? സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ട, ഇട്ടിട്ട് പോയി. ആ അമ്മ വന്നിട്ട് പുകഴ്ത്തി പറയുന്ന അമ്മു ഉയിര്, അതായത് അഹാന. കാരണം കാശും ഈ ഫെയിമും ഒക്കെ ഉള്ള ഇവരെ പൊക്കി പറയും. സ്വന്തം മകളെ തിരിഞ്ഞുപോലും നോക്കാത്ത ഒരു സ്ത്രീ, അത് വേറെ സൈഡ്. അപ്പൊ ഈ കുടുംബം എന്ന് പറയുന്ന സാധനം ഞാനൊന്നും പറയണില്ലടേ, എനിക്ക് കാണുമ്പോൾ തന്നെ കലി വരണം. നിങ്ങൾ ഫേമസ് ആയി കൊണ്ടാ തൻവി നിങ്ങളുടെ കൂടെ വീഡിയോ ഇട്ട് റവന്യൂ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ അഹാന, ഹൗ വെയർ യു ഓക്കെ വിത്ത് ഓൾ ദാറ്റ് ഷിറ്റ്? ഹൗ ഡിഡ് യു ഗൈസ് ബിക്കം ഫേമസ്? ബിക്കോസ് ഓഫ് അഹാന, ബിക്കോസ് ഓഫ് കൃഷ്ണകുമാർ. ഹു ആർ യു ഗൈസ്? ജസ്റ്റ് ബിക്കോസ് പീപ്പിൾ ലൈക്ക് ആസ് വാച്ച് യുവർ വീഡിയോസ് ആക്ടിങ് അറിയത്തില്ല. വാട്ട് ഈസ് ഷീ ഫേമസ് ഫോർ? വാട്ട് വാസ് ദ പ്രൈഡ്? വാട്ട്സ് വിത്ത് ദ പ്രൈഡ്? ഉള്ള എല്ലാ റെസ്പെക്റ്റും പോകുക. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ? യു കോൺ ക്ലാപ്പ് വിത്ത് ഓൺ ഹാൻഡ്. പ്രിറ്റി ഷുവർ യു ഗൈസ് ആർ ഓൾസോ ദ പ്രോബ്ലം. ഫാമിലി പ്രോബ്ലംസ് പബ്ലിക് ആക്കിയത് തൻവിയല്ല, അഹാനയാണ്. ഷുഡ് ഹാവ് കെപ്റ്റ് ക്വൈറ്റ് ജസ്റ്റ് ലൈക്ക് യുവർ ഹസ്ബൻഡ് ആസ്ക്ഡ് ഹെർ ടു. പൈസ ആവുമ്പോൾ തലയ്ക്ക് പിടിക്കുമെന്ന് പറയുന്നത് ശരിയാ, സത്യം. പൈസ ആവുമ്പോൾ തലയ്ക്കല്ല പലയിടത്തും പിടിക്കും, അതുള്ളതാ. അയ്യേ, നിങ്ങളുടെ വ്ളോഗ് ഇത്ര കാലം കണ്ടല്ലോ, എനിക്ക് നാണം തോന്നുന്നു. പറയാൻ ആയ അമ്മയെ മോളെ കൊണ്ട് തോന്നിവാസം പറയിപ്പിക്കുന്ന നല്ല നിലവാരം. അതെ, സ്വന്തം അമ്മയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് സ്വന്തം മകളെ കൊണ്ട് കുറ്റം പറയിപ്പിച്ച ഒരമ്മയാണ് നമ്മുടെ സിന്ധു ആൻറ്റി. ഓക്കെ, സോ പതറ്റിക്. പുച്ഛ ഉളുപ്പ് ഉണ്ടോ? അയ്യേ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തതിന് വെറുപ്പ് തോന്നുന്നു. നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. മക്കളെ കൊണ്ട് അമ്മയെ തെറി വിളിപ്പിക്കുന്നു. നൈസ് ക്യാരക്ടർ. നിങ്ങളും ഈ അവസ്ഥ വരെ നോക്കും. നാളെ ഒരു കാലത്ത് ഈ പറയുന്ന നിങ്ങളും ഞാനും എല്ലാം വയസ്സാവും. അന്ന് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളുടെ ചെറുമക്കള് ഓക്കെ, ഇപ്പൊ ഈ വളർന്നു വരുന്ന ദിയയുടെ മക്കളായാലും ആരായാലും നാളെ ഒരു കാലത്ത് നിങ്ങളെ തെറി വിളിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ അമ്മയെ നിങ്ങളെ മകളെ കൊണ്ട് നിങ്ങൾ തെറി വിളിപ്പിച്ചെങ്കിൽ നാളെ നിങ്ങളുടെ മകളുടെ കൊച്ച് തെറി വിളിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവും. കർമ്മ ഈസ് ബൂമറാങ്. കർമ്മ അടിച്ചിരിക്കും. ഇത് ഞാൻ പറയുന്നതാ, എഴുതി വച്ചോ. ആ അമ്മച്ചിയെ വിഷമിപ്പിച്ചതിന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും കണക്ക് പറയേണ്ടി വരും. നാളെ നിങ്ങളുടെ ചെറുകുട്ടി നിങ്ങളെ തെറി വിളിക്കുന്ന ഒരു കാലമുണ്ടാവും. അധികം വൈകത്തില്ല സിന്ധു കൃഷ്ണ. ഇതെല്ലാം വെറും മ്ലേച്ഛമാണ്. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇവരുടെ ഫാമിലിയിലെ എല്ലാവരുടെ കമൻറ്റ് ബോക്സ് ഇതുപോലൊക്കെ തന്നെയാണ്. കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം എടുത്തിട്ട് പൊങ്കാല എടുക്കുകയാണ്. ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, എക്സ്പോസ്ഡ് ആണ്. ഇനി ഇതിൻ്റെ പിന്നാലെ അഹാന വീഡിയോ പോസ്റ്റോ എന്തെങ്കിലും ആയിട്ട് വന്നാൽ നമുക്ക് സംസാരിക്കാം. ഇനി അത് പോരാഞ്ഞിട്ട് നമ്മുടെ പ്രമുഖ താരം ദിയാ കൃഷ്ണ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ഫേക്ക് പീപ്പിൾ ട്രൈ ടു ഫിറ്റ് ഇൻ വിത്ത് എവറി വൺ, റിയൽ പീപ്പിൾ ഡോണ്ട്. ഇറ്റ്സ് എ ലിറ്റൽ സ്റ്റോറിയാണ്. പരുന്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് യോഗ്യത എന്തോ ഇതൊക്കെ വെക്കാനായിട്ട്. ഞാൻ ചിരിക്കുമായിരുന്നു ഇതൊക്കെ കണ്ട സമയത്ത്. എന്തായാലും നിങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നാട്ടുകാർക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പെടുത്താക്കാൻ പുതിയ വീഡിയോ ഇട്ടണം. ബൈ.